അതെ. കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീട്ടിൽ പോവാനായിട്ട് ഞാനും മറിയം തന്നെ റെഡി ആവുന്നതാണ് കേട്ടോ. പോവാനായിട്ട് ഒരുങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോഴാണെങ്കില് മറിയാമ്മേനെ നമ്മൾ തന്നെ റെഡിയാക്കാന്ന് വെച്ചാൽ അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കാരണം ആളിപ്പോൾ ഉടുപ്പൊന്നും ഇടത്തില്ല. ഗേൾസിൻ്റെ ഉടുപ്പ് ഇടത്തില്ല. അവൾ ട്രൗസറും ബനിയനും മാത്രമേ ഇടുകയുള്ളൂ. അങ്ങനെ കുറേ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ആൾക്ക് കേട്ടോ. അപ്പോൾ ആൾക്ക് പോകുന്ന വഴി നമുക്ക് 2 മുക്കാൽ മണിക്കൂറുണ്ടല്ലോ കഴിക്കാനുള്ള സാധനങ്ങളാണ് ആപ്പിള്, ഫ്രഞ്ച് ഫ്രൈസ്, നട്ട്സ് അതൊക്കെ എടുത്തു വെച്ചു. അതെല്ലാം പാല്, വെള്ളം ആളുടെ ബാഗിൽ അതൊക്കെ എടുത്തു വെച്ചു കേട്ടോ. പക്ഷേങ്കിൽ ഇതൊന്നും ആൾ കഴിച്ചില്ല. ആൾക്ക് തോന്നണം എന്നാൽ മാത്രമേ ആൾ കഴിക്കുള്ളൂ. ആൾ പാല് പോലും കുടിച്ചില്ല കേട്ടോ ഈ പോകുന്ന വഴിയാണെങ്കിൽ. കാരണം എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണെന്ന് എനിക്ക് തോന്നണേ കേട്ടോ. പിന്നെ അക്കമ്മേനെ നോക്കി ആളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയുണ്ടാവും. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഷൂ ഒക്കെ ഇടമ്മേന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞ് അമ്മ ഷൂ ഇടിപ്പിക്ക് എന്നൊക്കെ പറഞ്ഞു. കാരണം എത്രയും പെട്ടെന്ന് പോകാനായിട്ട്. പക്ഷേ അക്കമ്മ വരാൻ കുറച്ച് ലേറ്റ് ആയപ്പോഴേക്കും ആൾ ആ ഡ്രസ്സിലേക്കുള്ള വെള്ളമെല്ലാം കോരി ഒഴിച്ച് ലാസ്റ്റ് നമുക്ക് ആ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി കേട്ടോ. കാരണം അത്ര നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കേ ആൾ പിന്നെ ഇതേ പുറത്തിറങ്ങാനായിട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കുള്ള സന്തോഷമാണ് കാണുന്നത്. ഓടുവാണ് കേട്ടോ. ഓടുമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പോയാൽ മതി. പിന്നെ അക്കമ്മനെ കണ്ടപ്പോഴേക്കും ആൾ ഭയങ്കര ഹാപ്പി. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. പോക്കോ വണ്ടിയിലോട്ട് എപ്പോഴാണ് പോണേന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ആ നോട്ടം. പിന്നെ വണ്ടി കയറിയപ്പോഴേക്കും ആൾ ഒത്തിരി സന്തോഷത്തിലായി. പോകുന്ന വഴിക്ക് ചേച്ചിയാണെങ്കിൽ ഫാൻറ്റാസിയ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു എനിക്ക് കഴിക്കാനായിട്ട്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ